ഹലോ വാട്സ്ആപ്പ് ഗൈസ്, നമ്മുടെ ഗെയിമിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. പുതിയ ഇൻസ്റ്റന്റ് അപ്ഡേറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ടുണൈറ്റ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടുണൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നാളെ രാവിലെ നമ്മുടെ ഗെയിമിനകത്ത് OB52 അപ്ഡേറ്റ് ആണ്. അതെ ഗൈസ്, നാളെ രാവിലെ അപ്ഡേറ്റ് വരും. അപ്പോൾ അപ്ഡേറ്റിന് ശേഷം നമ്മുടെ ഗെയിമിൽ കയറുമ്പോൾ ജുജുത്സു കൈസൻ കൊളാബറേഷൻ ഇവന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ഇന്റർഫേസ് നാളെ ഓപ്പൺ ആവുന്നതായിരിക്കും. അതിനകത്ത് കുറേ മിഷൻസ് ഒക്കെ കാണും. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബാൻഡിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പോയിട്ട് നാളത്തെ ഒരു ടുണൈറ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നാളെ ഒരു കൊളാബറേഷൻ ടീം ബേസ് ചെയ്തിട്ട് പുതിയ ടോക്കൺ ടവർ ഇവന്റ് നമ്മുടെ ഗെയിമിനകത്ത് വരുന്നതായിരിക്കും. കൺഫേം ആയിട്ടുണ്ട്. അപ്ഡേറ്റിന് ശേഷം ഗെയിമിൽ കയറുമ്പോൾ നമുക്കാണെങ്കിൽ പുതിയ ടോക്കൺ ടവർ ഇവന്റ് ഗെയിമിനകത്ത് കാണാൻ സാധിക്കും. പുതിയ ഗോജോ ബാൻഡിൽ അടങ്ങുന്ന ടോക്കൺ ടവർ ഇവന്റാണ് നാളെ നമ്മുടെ ഗെയിമിനകത്ത് ഇറങ്ങിയിട്ട് പോകുന്നത്. അപ്പോൾ ടോക്കൺ ടവർ ആയതുകൊണ്ട് തന്നെ മിനിമം ഒരു 4000 ഡയമണ്ടെങ്കിലും സ്പെൻഡ് ആവുന്നതായിരിക്കും ആ ഒരു ഗോജോ ബാൻഡിൽ സ്പിൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നാളെ ആ ഒരു ഇവന്റ് നമ്മൾ സ്പിൻ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്ര ഡയമണ്ട് കറക്റ്റായിട്ട് പൊട്ടുമെന്ന്. പിന്നെ നോക്കുകയാണെങ്കിൽ നാളെ നമ്മുടെ ഗെയിമിനകത്ത് പുതിയ വെപ്പൺ റോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വെപ്പൺ റോയിൽ ഗൺ സ്കിൻ ഏതാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ മേ ബി സ്റ്റോറിനകത്ത് നാളെ അപ്ഡേറ്റ് വരാം. അതിനെപ്പറ്റി നമുക്കൊരു ലീക്സും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ലീക്സ് ഇതിനെപ്പറ്റി രാത്രി കിട്ടുവാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്ഡേറ്റിന് ശേഷം പുതിയ ക്യാരക്ടർ വരുന്നുണ്ട്. ക്യാരക്ടേഴ്സിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. ഗൺ ആട്രിബ്യൂട്ട്സിൽ ചേഞ്ചസ് വരുന്നുണ്ട്. പുതിയ കൊളാബറേഷൻ ടീം ബേസ് ചെയ്തിട്ട് CS ഫുൾ മാപ്പിനകത്തും മാച്ചിനകത്ത് കുറേ ചേഞ്ചസും പുതിയ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റിന് ശേഷം ഗെയിം കളിക്കുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ ഗെയിമിനകത്ത് ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഇറങ്ങിയിട്ടുള്ള പുതിയ കുറച്ച് കൺഫേം ആയിട്ടുള്ള ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കിട്ടിരിക്കുന്ന ലീക്സ് വെച്ചിട്ട് നമ്മുടെ ഗെയിമിനകത്ത് 19-ാം തീയതി പുതിയൊരു ലക്ക് റോയൽ വരുന്നതായിരിക്കും. അതിനകത്ത് പുതിയ ഫിസ്റ്റിൻ്റെ സ്കിന്നും കാണും, പറാങ്കിൻ്റെ സ്കിൻ കാണും, പിന്നെ ലൂട്ട് ബോക്സിൻ്റെ സ്കിൻ കാണും. അപ്പോൾ ഈ ഒരു 3 റിവാർഡ്സ് എന്തായാലും കാണുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു 3 റിവാർഡ്സ് അടങ്ങുന്ന പുതിയ ലക്ക് റോയൽ നമ്മുടെ ഗെയിമിനകത്ത് 19-ാം തീയതി വരുമെന്നാണ് പറയുന്നത്. അടുത്തായിട്ടുള്ള അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിനകത്ത് ഉടനെ തന്നെ റിലേ മാർട്ട് എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് വേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് വേണ്ടിനകത്ത് മെയിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഈ ഒരു പുതിയ ബണ്ടിലും ഒരു ഇമോട്ടുമാണ്. അപ്പോൾ ഈ ഒരു 2 റിവാർഡ്സ് ആയിരിക്കും മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഈ ഒരു പുതിയ ഡിസ്കൗണ്ട് വേണ്ടി വർക്ക് ആവാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് കുറേ റിവാർഡ്സ് ആണ്. അതിൽ നമുക്ക് 3 റിവാർഡ്സ് ഒരേ സമയത്ത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്കൗണ്ട് ഇട്ട് ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ആ ഒരു 3 റിവാർഡ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള പുതിയ റിലേ മാർട്ട് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് വേണ്ടി നമ്മുടെ ഗെയിമിനകത്ത് ഉടനെ വരുമെന്നാണ് പറയുന്നത്. ഡേറ്റ് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അടുത്തായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് വോയിഡ് എന്ന് പറയുന്ന പുതിയ അറൈവൽ അനിമേഷൻ അടങ്ങുന്ന ഫെഡക്ട്വീൽ ഇവന്റ് 16-ാം തീയതി നമ്മുടെ ഗെയിമിനകത്ത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ കൊളാബറേഷൻ ടീം ബേസ് ചെയ്തിട്ട് പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള റിവാർഡ്സ് അടങ്ങുന്ന 3 ഇവന്റ്സിന്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ അപ്ഡേറ്റ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തി നമ്മൾ പറയുന്നതായിരിക്കും. ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ലീക്സ് ആണ് നമ്മൾ പറഞ്ഞത്. ബട്ട് മേ ബി ഏതെങ്കിലുമൊക്കെ അപ്ഡേറ്റ് മാറി അല്ലെങ്കിൽ റിവാർഡ്സ് ഒക്കെ മാറി വരാം. അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഉറപ്പായിട്ട് നമ്മൾ എടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുവരെ കിട്ടിയിരിക്കുന്ന ലീക്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പുതിയ ഏഞ്ചലിക്കിൻ്റെ റിംഗ് ഇവന്റ് നമ്മുടെ ഗെയിമിനകത്ത് ഈ ഒരു ജാനുവരി മാസം വരാൻ ചാൻസ് ഉണ്ട്. കുറേ കൂടെ ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനായിട്ട്. നമുക്ക് കൺഫേം ലീക്സ് ഒന്നും തന്നെ കിട്ടുന്നില്ല. ബട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസം നല്ലധികം ചാൻസ് ഉണ്ട് ഏഞ്ചലിക്കിൻ്റെ ഒരു റിംഗ് ഇവന്റ് വരാനായിട്ട്. പുതിയ പർപ്പിൾ ഏഞ്ചലിക്ക് ആയിരിക്കും മിക്കവാറും വരുന്നത്. പഴയത് റിട്ടേൺ വരാൻ ചാൻസ് കുറവാണ്. എന്തായാലും ഇതിനെപ്പറ്റി എന്തെങ്കിലും കൺഫേം അപ്ഡേറ്റ് കിട്ടിയാൽ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. ഇതുവരെ എന്തായാലും കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. പീസ് ഔട്ട്.